വെൽക്കം ടു ഈസി ആൻഡ് ടേസ്റ്റി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ആദ്യം സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കണം. ഞാൻ 4 സവാളയാണ് എടുക്കുന്നത്. ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ട് ആദ്യം അത് വറുത്ത് കോരാം. ഈ സവാളയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വറുത്ത് കോരി എടുക്കുക. അതുപോലെ ബാക്കി സവാളയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ എടുക്കുക. പിന്നെ വേണ്ടത് തൈര്, കാഷ്യൂ, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, വറുത്ത മല്ലി, ചെറിയ ജീരകം, വെളുത്തുള്ളി. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ടൊരു ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് 10 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 10 കാഷ്യൂ, 1 ടേബിൾ സ്പൂൺ വറുത്ത മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവോളയിൽ നിന്ന് പകുതി എടുക്കുക. ഒരു 2 സവോള വറുത്തത് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവാക്കണം. എന്നിട്ട് അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഏതെങ്കിലും നല്ല ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിൽ പിടിക്കും. ഇനി ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ മുറിച്ചത് ഇട്ട് കൊടുക്കുക. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കുക. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസും പൊട്ടറ്റോ എല്ലാം കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇവിടെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യണില്ല. ഈ ഗ്രേവി തന്നെ കിടന്നിട്ടാണ് വേവുന്നത്. ഒരു 80% മാത്രം ചിക്കൻ കുക്കായാൽ മതി. ഫുള്ളായിട്ട് കുക്കാവണ്ട. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റൈസും ചിക്കനും കൂടെ ആയിക്കോളും. ചിക്കൻ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് റൈസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. 5 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 സ്റ്റാർ, 1 ബേ ലീഫ്, 3 കഷ്ണം പട്ട ഇവ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. അത് ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത് വലിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ റൈസ് നമ്മൾ ഒരു 70% മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. ഈ റൈസ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം വറുത്തെടുക്കാം.
ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ചിക്കൻ്റെ മുകളിൽ വറുത്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് റൈസ് ലെയർ ചെയ്ത് കൊടുക്കുക. ഈ റൈസിൻ്റെ ലെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത വെച്ച സവോളയും അണ്ടിപ്പരിപ്പും മിക്സ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം മൂടിയിട്ടിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലത്തെ ഫോയിൽ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള വൈറ്റ് റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടിയിലുള്ള മസാല ഒന്ന് മിക്സാക്കി കൊടുക്കണം. മസാല മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്